ഹലോ, അപ്പോൾ ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഞാൻ ഉച്ചക്കലത്തെ ഒരു ലഞ്ചാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു നല്ല കിഡിലൻ മോരുകറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കടുകും അതുപോലെ തന്നെ ഉലുവയും പൊട്ടിച്ചു. ഈ ഒരു സമയത്ത് നമുക്ക് ഉണക്കമുളക് ഇടാം, വേപ്പില ഇടാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പിള്ളേർ കഴിക്കണ കാരണം ഉണക്കമുളകൊന്നും അങ്ങനെ പ്രിഫർ ചെയ്തില്ല. എനിക്കായിരിക്കും അത് ഞെക്കി പിഴിഞ്ഞ് കൊടുക്കുന്നതൊക്കെയാണ് ഇഷ്ടം. അതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ടു, പച്ചമുളക്, കുറച്ച് ഇഞ്ചി കേട്ടോ, ചെറിയൊരു മീഡിയം സൈസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ആവാനായിട്ട്. എന്നിട്ട് നമ്മളിങ്ങനെ സോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കളറ് മാറി വരുന്നൊരു സ്റ്റേജ് ഉണ്ടല്ലോ, ഓവറായിട്ട് കളറ് മാറൊന്നും വേണ്ട. ഈ ഒരു ഫ്രഷ്നെസ് അങ്ങ് മാറുന്ന ഒരു സ്റ്റേജ് അത്ര മതി. ആ ഒരു സ്റ്റേജിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ മുളക് പൊടി ഇടുന്നില്ല, അപ്പോൾ അതിന് വേണ്ടത്ര പച്ചമുളക് ഇടണം കേട്ടോ. ഞാനിവിടെ 4 പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത്. അത് ഒന്ന് നീളനെ വെട്ടി ഇടുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ സംഭവം ഇത്രയ്ക്കുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിയുടെ കുറച്ച് ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. കുറച്ച് കറി വയ്ക്കുന്നുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു തക്കാളി ഇടണമെങ്കിൽ ഇടാം, അപ്പോൾ അതിനനുസരിച്ച് മോര് കൂടുതൽ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഉടഞ്ഞ് വരട്ടെ, എന്നാലാണ് തക്കാളിത്തെ സത്തൊക്കെ ഇറങ്ങിയിട്ട് കറി നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ. നല്ലതുപോലെ ഉടച്ചു കൊടുക്കുക. നമ്മൾ മൂടി വെച്ചിട്ടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ആയി വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കേണ്ടത്. തൈര് നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത്. ഇത്തിരി വെള്ളത്തോട് കൂടിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ഒഴിച്ചപ്പം തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ ആകെ കട്ടി പിടിക്കും, പിരിഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായി ആയി എന്ന് തോന്നുന്ന സമയത്ത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായി ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കണോട് കൂടിയിട്ട് ലാസ്റ്റ് ഒന്ന് സ്റ്റവ് ഒന്ന് ഓണാക്കി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ കറി നല്ല ചൂടായി കിട്ടും. അങ്ങനെ ചെയ്താലും മതിയാവും കേട്ടോ. ഇപ്പോൾ ഞാനത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. തക്കാളിത്തെ പുളിയും പച്ചമുളകിലത്തെ മുളകും ഒക്കെ ഒന്ന് ഇറങ്ങി സെറ്റാവാനായിട്ട്. അപ്പോൾ നമ്മൾ തൈരിൽ ഉപ്പ് ചേർത്തിട്ടാണ് അടിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഉള്ളിലേക്ക് ചേർക്കുന്ന ഉപ്പ് അതിനനുസരിച്ച് കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കറി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ, മോര് കറിയും അതുപോലെ തന്നെ ഉണക്കമീനും, പിന്നെ ഇത്തിരി സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു ഇന്നലത്തെ, അതും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ പിള്ളേർക്ക് പുളിയില്ലെന്ന് പറഞ്ഞിട്ട് മോര് ഇഷ്ടപ്പെടില്ല, അപ്പോൾ അങ്ങനെ സാമ്പാർ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നിങ്ങളെല്ലാവരും ലഞ്ച് കഴിച്ചോ? അപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ സ്പെഷ്യൽ എന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മളിന്ന് കാണിച്ച കറി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടം ചെയ്താൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്